കന്യാസ്ത്രീ അമ്മമാർ പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോൺഗ്രസിൻ്റെ MP-മാർ ഉൾപ്പെടെയുള്ളവർക്ക് ആഗ്രഹം എന്താണെന്നറിയുമോ? അവർ കുറച്ച് ദിവസം കൂടി അകത്ത് കിടക്കട്ടെ എന്നാണ് അവരുടെ ആഗ്രഹം. അവർക്കിത് രാഷ്ട്രീയമാണ്. ഈ കന്യാസ്ത്രീ അമ്മമാർ ജയിലിനകത്ത് കിടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വേദനിക്കുന്ന, ദുഃഖിക്കുന്ന ആ അമ്മച്ചിയെ ഒന്ന് കാണാനും ആശ്വസിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഛത്തീസ്ഗഡ് ഭരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുന്നവരോടാണ് യഥാർത്ഥത്തിൽ അവരെയാണ് ചോദ്യം ചെയ്യേണ്ടത്. കാരണം NIA കോടതിയിൽ നിന്ന് ഇത്തരം ട്രാഫിക്കിംഗ് ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ജാമ്യം എടുക്കണം എന്നുള്ള ഒരു നിരീക്ഷണം പറഞ്ഞതാരാണ്? ഏതെങ്കിലും ഒരു BJPയുടെ നേതാവല്ലല്ലോ. അത് ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്. ആ ഹൈക്കോടതിയുടെ നിരീക്ഷണം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ കേസ് ഒരു പക്ഷേ NIA കോടതി മുമ്പാകെ എത്തിപ്പെടും എന്നുള്ള രീതിയിൽ കോടതിക്കകത്തു നിന്ന് വന്ന ഒരു വാർത്ത മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അതിൻ്റെ ബാക്കി ഭാഗത്തെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവിടുത്തെ വക്കീലന്മാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിസ്റ്റർ അനൂപ് ആൻ്റണി അതിനെക്കുറിച്ച് ആ ഓർഡറിൻ്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളോട് മാധ്യമ സുഹൃത്തുക്കളോട് അവിടെ നിന്ന് തന്നെ സമ്മതിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഇതിനകത്ത് ഈ ഭൂപേഷ് ബാഗൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്താണ് വലിയ ഒരു വാർത്ത നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. ആ വാർത്ത ഹിന്ദുസ്ഥാൻ ടൈംസിലാണ് വന്നത്. ആ വാർത്തയുടെ ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു: ട്രാഫിക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ഫാദർമാരെയും 3 പാസ്റ്റർമാരെയും ഇതുപോലെ തന്നെ ജയിലിലടച്ചു എന്നുള്ള ഒരു വാർത്ത അവിടെ വരികയുണ്ടായി. അന്ന് അവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. ഏതെങ്കിലും ഒരു BJPയുടെ ലീഡർ കേരളത്തിൽ ഇതിനെതിരായിട്ട് കന്യാസ്ത്രീ അമ്മമാരുടെയോ അല്ലെങ്കിൽ ബിഷപ്പുമാരുടെയോ പള്ളിയിലെ വികാരിയച്ഛന്മാരുടെയോ ദേഷ്യം കോൺഗ്രസ് ഗവൺമെൻറ്റിന് എതിരെയാക്കാൻ വേണ്ടി നമ്മളാരും പരിശ്രമിച്ചിട്ടില്ല. 2021 സംഭവത്തെ ഇങ്ങനെ വളരെ വിസ്താരത്തോടു കൂടിയിട്ട് ചർച്ചപ്പിക്കാനും ഞങ്ങളാരും ആഗ്രഹിച്ചില്ല. ഇപ്പം സംഭവിച്ചത് എന്താണ്? 2 കന്യാസ്ത്രീ അമ്മമാർ, അവരോടൊപ്പമുള്ള കുട്ടികൾ, ഇത്തരമൊരു സാഹചര്യം അവിടെ ഉണ്ടായി. സാഹചര്യം ഉണ്ടായതിന് ശേഷമാണ് ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു MLA പോലും അവിടെ അറിയുന്നത്. ആ അറിവ് കിട്ടിയതിന് ശേഷം ഇപ്പം ഈ കുടുംബാംഗങ്ങളുമായിട്ടും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരുടെയും ഒരു സിംഗിൾ ഫോൺ കോൾ വന്നതിന് ശേഷം നമ്മൾ ഇടപെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കന്യാസ്ത്രീ അമ്മമാരെ പുറത്തു വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് BJP ഇടപെടുന്നത്. എന്നാൽ ഇതിൽ പുറത്തു വരാതിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുമുണ്ട്. എന്താ കാരണം? കന്യാസ്ത്രീ അമ്മമാർ പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇതിൽ രാഷ്ട്രീയം കളിക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരായിട്ടും കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിനെതിരായിട്ടും വെടിവെക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് തോക്കിൽ ഉണ്ടകൾ നിറച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന കോൺഗ്രസിൻ്റെ MP-മാർ ഉൾപ്പെടെയുള്ളവർക്ക് ആഗ്രഹം എന്താണെന്നറിയുമോ? അവർ കുറച്ച് ദിവസം കൂടി അകത്ത് കിടക്കട്ടെ എന്നാണ് അവരുടെ ആഗ്രഹം. അവർക്കിത് രാഷ്ട്രീയമാണ്, ഞങ്ങൾക്കിത് രാഷ്ട്രീയമല്ല. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് രാഷ്ട്രീയം വെച്ചുകൊണ്ടല്ല. ഞങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ള സഭയിലെ കന്യാസ്ത്രീ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൽ നിയമപരമായ എല്ലാ പരിരക്ഷയും കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു ജനറൽ സെക്രട്ടറിയെ തന്നെ ഛത്തീസ്ഗഡിൽ ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. അദ്ദേഹം അവിടെ താമസിച്ചു വരികയാണ്. ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിയമപരമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ചെയ്യും എന്നുള്ളതാണ്. ബാക്കി നമുക്ക് ആ ഓർഡറിൻ്റെ കോപ്പി കിട്ടിയതിന് ശേഷം മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം.